ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദ ടെമ്പസ്റ്റ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ കൊടുങ്കാറ്റ്. ഭാര്യ വിട്ടു, സ്നേഹിതന്മാരും വിട്ടു, ഏകനായിട്ടിരുന്ന് കരയുകയാണ്. ഏകാന്തത. ഈ ഏകാന്തത നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഏകാന്തത, ജീവിതത്തിൽ ഏകാന്തത. എല്ലാം ഉണ്ട്, പക്ഷേ ഏകാന്തത. എല്ലാവരും ഉണ്ട്, പക്ഷേ ഏകാന്തത. വീട്ടിലുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയും അപ്പനുണ്ട്, ഒന്നിനും കുറവില്ല, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഏകാന്തത. എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ദുരിതം കാണാൻ എനിക്ക് ആരുമില്ല, എന്നോട് നല്ല വാക്ക് പറയാൻ എനിക്ക് ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഇങ്ങനെ നാലുപാടും നോക്കിയിട്ടും ആശ്വാസത്തിന് വക കിട്ടാതെ വലയുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്നേഹിതന്മാർ തിരിഞ്ഞു നോക്കിയില്ല, അവർ ഏതാണ്ട് ഉപേക്ഷിച്ചതുപോലെയായി. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നു. പക്ഷേ അവർ ദേ വർ സൈലൻറ്റ് ഫോർ 7 days. 7 ദിവസത്തേക്ക് മൗനമായിരുന്നു, മിണ്ടിയില്ല. ഇങ്ങനെ മനസ്സ് ഉഷ്ണിച്ചപ്പോൾ, മനസ്സ് വല്ലാതെ വാടിയപ്പോൾ, ഇയ്യോബ് വലഞ്ഞ് വിഷമിച്ച് ആകെ നിരാശയിൽ ആണ്ടുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ? ചുഴലിക്കാറ്റിൽ. വീണ്ടും ഇതാ ഒരു ചുഴലിക്കാറ്റ്, വീണ്ടും ഒരു ചുഴലിക്കാറ്റ്. ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ഒരു ചുഴലിക്കാറ്റ് പോലെ വരികയാണ്. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ കാണാം, ചുഴലിക്കാറ്റ് പോലെ ഇതാ ദൈവത്തിൻ്റെ വചനം വരുന്നു. മുഴങ്ങുന്ന ശബ്ദത്തിലാണ് വചനം വരുന്നത്. നീ തർക്കിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നീ ആരോട് തർക്കിക്കുന്നു? നീ ആരെ തള്ളി പറയുന്നു? നീ ഒരു നീതിമാനാണെന്ന് നീ നിനക്ക് തോന്നുന്നു. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ നീതിമാൻ എന്നുള്ളതായ നിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ നിഷേധിക്കുകയല്ലേ? നീ അറിയുന്നുണ്ടോ? ദൈവം ഓരോന്ന് ചോദിക്കുകയാണ്. യോബിനൊന്നും മറുപടിയില്ല. ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വർഗീയ വചനങ്ങൾ. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്വർഗീയ വചനങ്ങളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കട്ടെ എന്ന്. സ്വർഗീയ വചനങ്ങളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു സമാധാനം കിട്ടും. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട്, നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ട്, നിങ്ങളുടെ ദുരിതങ്ങൾ കണ്ട്, നിങ്ങളുടെ വേദനാംശങ്ങൾ കണ്ട് നിങ്ങൾക്കൊരു സമാധാനം തരുവാനായി ആ സ്വർഗത്തിൻ്റെ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണെങ്കിൽ, വചനമാകുന്ന കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ വീഴും, നിങ്ങൾ തളരും. നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, വേറെ ആശ്രയമില്ല, എനിക്ക് വേറെ ആരും ആശ്രയമില്ല, യേശുവേ നീ മാത്രം എനിക്ക് ആശ്രയം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കൊടുങ്കാറ്റിൽ ആടി ഒലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എങ്ങനെ വേണമെന്നറിയാമോ? കൊടുങ്കാറ്റേറ്റ് കുരിശിൽ കിടന്ന് പിടഞ്ഞ കർത്താവായ യേശുവിനെ നിങ്ങൾ കാണണം. അവിടെ വേദനയുടെ കൊടുങ്കാറ്റാണ് കർത്താവ് സഹിച്ചത്. വേദനയുടെ കൊടുങ്കാറ്റ്, യാതനയുടെ കൊടുങ്കാറ്റ്, അധിക്ഷേപത്തിൻ്റെ കൊടുങ്കാറ്റ്, ആക്ഷേപത്തിൻ്റെ കൊടുങ്കാറ്റ്. സകലരും നിന്ദിച്ചു, സകലരും വെറുത്തു. അല്ലേ? അങ്ങനെയല്ലേ? യേശു ക്രിസ്തു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമേ അവിടെ ഇപ്പോൾ കാണുന്നുള്ളൂ. കുരിശിൻ്റെ താഴ്വരയിൽ ഒരാൾ മാത്രം കാണാം. യോഹന്നസ്ലീഹ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി. ഏതാനും പാവപ്പെട്ട യെരൂശലേം പുത്രിമാർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. കന്യകമാർ ചിലർ അവിടെ ഇരിക്കുന്നുണ്ട്. വേറെ ആരും അവിടെ ഇല്ല. പടയാളികൾ ചീട്ടിട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്താ ചെയ്തം? യേശുവിൻ്റെ ശരീരത്തിലുള്ള വസ്ത്രത്തിന് അവർ ചീട്ടിടുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രികളും പരീശന്മാരും ആഘോഷിച്ച് അവരെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യേശുവിൻ്റെ കഥ കഴിഞ്ഞല്ലോ, ഇനി ശല്യമില്ലല്ലോ എന്നോർത്ത് അവർ അവർ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നതായ ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അത് ആ ക്രൂസിലെ കൊടുങ്കാറ്റാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ ക്രൂസിലെ കൊടുങ്കാറ്റ് നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവരറിയായാലും ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ പാപം ക്ഷമിച്ചു തരുന്നതായ ക്രൂസിലെ കൊടുങ്കാറ്റ്, നമ്മുടെ വേദന അറിയുന്നതായ ക്രൂസിലെ കൊടുങ്കാറ്റ്, നമ്മെ ഒറ്റപ്പെട്ടവരായി വിടാതെ നമുക്ക് വേണ്ടി പിതാവിനോട് യാചിക്കുന്നതായ സ്വർഗത്തിലെ കൊടുങ്കാറ്റ്. കർത്താവായ യേശു നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മോട് വാദിക്കുകയാണ്, പ്ലീഡ് ചെയ്യുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മോട് കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ യേശു സംസാരിക്കുന്നതെന്ന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവമാകുന്നുണ്ടോ യേശു നിങ്ങളോട് മിണ്ടുന്നുവെന്ന്? യേശു നിങ്ങളുടെ അരികെ തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അതൊരു മഹൽ പദവിയാണ്, മഹത്തായൊരു ഭാഗ്യമാണ്. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം ചെറുത്താലും നിങ്ങൾക്ക് യേശുവിനിടാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ യേശുവിനെ പിടിച്ചു പോയെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഭാഗ്യം കൈവിട്ട് കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പലരും എന്നെ തെറ്റിദ്ധരിച്ചു, പലരും തെറ്റിദ്ധരിച്ചു, ചിലരെ പരിഹസിച്ചു, ചിലരെ ആക്ഷേപിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് പതറേണ്ടി വന്നില്ല. ഒരു കാരണവശാലും പതറേണ്ടി വന്നില്ല. നല്ല സമാധാനത്തോടെ ഞാൻ നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ വെറും ഭാവനയല്ല, തോന്നലല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യാഥാർത്ഥ്യമായ ക്രിസ്തുവിനെ നിങ്ങൾക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ചുഴലിക്കാറ്റ് കണ്ട് ഇയ്യോബ് ഒന്ന് ഭയന്നു. അയ്യോ, വീണ്ടും ചുഴലിക്കാറ്റോ? ഇതെന്താണ്? സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്നു. ഇയ്യോബിന് മനസ്സിലായില്ല. 42 അധ്യായം എടുക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 1 വാക്യം വായിക്കാം. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കർത്താവേ, എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയി. ഇംഗ്ലീഷ് അത് കേൾക്കൂ. ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് ദാറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. കർത്താവേ, നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. മാത്രമല്ല, ആൻഡ് ദാറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു, നിന്നെ വിലക്കുവാൻ ആർക്കും സാധ്യമല്ല. യു ആസ്ക് ഹൂ ഇറ്റ് ഈസ് ഹു ഹാസ് സോ ഫൂളിഷ്ലി ഡിനൈഡ് യുവർ പ്രൊവിഡൻസ്. നിൻ്റെ ദൈവത്വത്തെ, നിൻ്റെ ദൈവികത്വത്തെ ചോദ്യം ചെയ്യുന്നവരും നിരസിക്കുന്നവരും ആരാണ്? ഹൂ ഇറ്റ് ഈസ് ഹു ഹാസ് സോ ഫൂളിഷ്ലി ഡിനൈഡ് യുവർ പ്രൊവിഡൻസ്. എൻ്റെ കർത്താവേ, നീ എന്നോട് ചോദിച്ച് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തിയെ ചോദ്യം ചെയ്യുന്നവർ, ഡിനൈ ചെയ്യുന്നവർ, അതിനെ തിരിച്ചു കളയുന്നവർ ആരുണ്ട് എന്ന് നീ എന്നോട് ചോദിച്ചല്ലോ. കർത്താവേ, ഇപ്പോൾ ഞാൻ കാര്യം മനസ്സിലാക്കുന്നു. ഇറ്റ് ഈസ് ഞാനാണ് നിൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്തത്. ഞാനാണ് നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഞാനാണ് നിനക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആപത്ത് വന്നതെന്ന് പറഞ്ഞത്. ഞാനാണ് നിനക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് രോഗം വന്നതെന്ന് പറഞ്ഞത്. ഞാനാണ് എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയപ്പോഴും എൻ്റെ സ്നേഹിതന്മാർ വരാത്തപ്പോഴും ഞാൻ നിരാശപ്പെട്ടപ്പോൾ ഞാനാണ് നിന്നെ നിരസിച്ച് കളഞ്ഞത്. ഇറ്റ് ഈസ് യു ആസ്ക് ഹൂ ഇറ്റ് ഈസ് ഹു ഹാസ് സോ ഫൂളിഷ്ലി ഡിനൈഡ് യുവർ പ്രൊവിഡൻസ്. ഇറ്റ് ഈസ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട്. എനിക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട്. എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. ആൻഡ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫാർ വണ്ടർഫുൾ ഫോർ മീ. എനിക്ക് അത്യന്താതിശയമായ കാര്യങ്ങളാണ് നീ പറഞ്ഞത്. ഞാനത് തിരിച്ചറിഞ്ഞില്ല. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരിച്ചറിവില്ലാതെ പറഞ്ഞുപോയി. ഇയ്യോബ് അനുതാപത്തിലേക്ക് വന്നു. കഷ്ടതയുടെ പര്യവസാനത്തിൽ ഇയ്യോബ് അനുതാപത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുണ്ട്, നിങ്ങൾ അനുദപിക്കാൻ വിഷയമുണ്ട്. കഷ്ടതയുണ്ട്, നിങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ കാര്യങ്ങളുണ്ട്. കഷ്ടതയുണ്ട്, നിങ്ങൾക്ക് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കാര്യങ്ങളുണ്ട്. കഷ്ടതയുണ്ട്, നിങ്ങൾക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവകൃപ പ്രാപിക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട്. കഷ്ടതയുണ്ട്, ഒന്നും മാറിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. കർത്താവേ, ഞാൻ തിരിച്ചറിവില്ല, അത് പലതും പറഞ്ഞുപോയി. ഞാൻ നിന്നെ നിരസിച്ചു പോയി. നിൻ്റെ ദൈവത്വത്തെ ഞാൻ നിഷേധിച്ചു പോയി. നിൻ്റെ സർവശക്തി ഞാൻ നിഷേധിച്ചു പോയി. കർത്താവ് എൻ്റെ പ്രയാസം കാണുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കർത്താവേ, അത് ഞാനാണ് എനിക്കാണ് തെറ്റുപറ്റിയത്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് അനുദപിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ഡീപ്പ് റിപ്പൻറ്റൻസ്. അഗാധമായ അനുതാപത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായിരുന്നത്. അഗാധമായ അനുതാപത്തിൻ്റെ കൊടുങ്കാറ്റ്. അതുവരെയും ഇയ്യോബിൻ്റെ കയ്യിൽ ആ ഒരു ഓട്ടിൻ കഷ്ണം പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഓട്ടിൻ കഷ്ണം, ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഓട്ടിൻ കഷ്ണം. കൊടുങ്കാറ്റ് ഊതിയപ്പോൾ ഇയ്യോബ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇനി കൊടുങ്കാറ്റ് വന്നാൽ ഇനി എന്നാ പോകാനുള്ള? ഒന്നും പോകാനില്ലല്ലോ. മക്കൾ പോയി, സ്വത്ത് പോയി, വീട് പോയി, സകലവും പോയി, ഭാര്യയും വിട്ടുപോയി. ഇനി എന്നാ പേടിക്കാനുള്ളത്? ഒന്നുമില്ല. കൊടുങ്കാറ്റ് വന്നാൽ എന്നെ കൊണ്ടാണുള്ളത്? ആകെ ഇതാ സ്വത്താകെ ഈ ഒരു ചെറിയ ഓട്ടിൻ കഷ്ണം. ഈ ഓട്ടിൻ കഷ്ണമാണ് ആ പറപ്പിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളൂ കൊടുങ്കാറ്റ് വീശിയാൽ. എന്നാൽ ഞാനത് മുറുകെ പിടിക്കുകയാണ്. എന്തു വന്നാലും ശരി, ഈ ഓട്ടിൻ കഷ്ണം ഞാൻ വിടുകയില്ല. ഇത് ഞാൻ കൊടുങ്കാറ്റിന് കൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. ഇയ്യോബ് തളർന്നുപോയി. ഇയ്യോബ് വാടിപ്പോയി. ഇയ്യോബ് ക്ഷീണിച്ചു പോയി. ഇടയ്ക്ക് പ്രത്യാശയുടെ വാക്കുകൾ വരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നിരാശയുടെ വാക്കുകൾ വന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളാരും ക്ഷീണിക്കരുത്, നിങ്ങളാരും തളരരുത്. ഞാൻ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് ദൈവം കൃപയാൽ അനുഗ്രഹീതമായ ചില അനുഭവങ്ങൾ തരാൻ പോകുന്നു. ഇന്ന് ദൈവം കൃപയാൽ നിങ്ങൾക്ക് ചില അനുഗ്രഹങ്ങൾ തരാൻ പോകുന്നു. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളെ കർത്താവിൻ്റെ ഇടയിലേക്ക് ചേർത്ത് മാടി അടുപ്പിക്കുന്നു. കർത്താവിൻ്റെ വാത്സല്യം നിങ്ങളെ തഴുകാൻ നിങ്ങളുടെ നേരെ നീണ്ടു വരുന്നു. ഈ കൊടുങ്കാറ്റുകളുണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം.
പല സ്ഥലങ്ങളിൽ നിന്ന് കൊടുങ്കാറ്റ് വരും, സ്വന്തപ്പെട്ടവരിൽ നിന്ന് കൊടുങ്കാറ്റ് വരും, അവരുടെ എതിർപ്പുകൾ വരും. സ്വന്തപ്പെട്ടവർ നിങ്ങൾ ദ്വേഷിച്ചെന്ന് വരും, ചിലർ നിങ്ങളെ വിദ്വേഷിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തെന്ന് വരും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നെന്ന് വരും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരായി നിന്നെന്ന് വരും. പലതും സംഭവിക്കും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട. കർത്താവിന് സ്തോത്രം. സർവ്വത്തിൻ്റെയും ഉടയവനായവൻ, സർവ്വത്തിൻ്റെ അധിപതിയായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പാവമില്ലെങ്കിൽ, ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ, എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് എൻ്റെ കുടുംബത്തിൽ ഇത്രയും വലിയ നിരാശകരമായ സാഹചര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്, എൻ്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ടും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ 10ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ് പഠിത്തം നിർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. പഠിത്തം നിർത്തി. എനിക്ക് പഠിക്കാൻ സാധ്യതയില്ല. ഞാൻ അന്ന് പോകണമെങ്കിൽ എറണാകുളം മഹാരാജ് സ്കൂളിൽ പോകണം. അവിടെ പോയി താമസിക്കാൻ സാധിക്കില്ല. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, എൻ്റെ പെങ്ങളുമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഞാൻ നിൽക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതുകൊണ്ടും, അന്ന് ഞങ്ങൾക്ക് നെൽകൃഷിയുണ്ട്, നെൽകൃഷി നോക്കാൻ ആൾ വേണമെന്നുള്ളതുകൊണ്ടെല്ലാം ഞാൻ വീട്ടിൽ നിന്നു, പഠിക്കാൻ പോയില്ല. പക്ഷേ എങ്ങനെയെന്ന് അറിഞ്ഞില്ല, ഒരത്ഭുതം നടന്നു, ഒരതിശയം നടന്നു. ദൈവം പ്രവർത്തിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് അത് ഉപയോഗിക്കാൻ എൻ്റെ നാവിനെ കെൽപ്പില്ല ഇപ്പോൾ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ ദൈവം ഒരു പാവപ്പെട്ട മനുഷ്യനെ ഉയർത്താൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഉയർത്തുന്നതെന്ന് വർണ്ണിക്കാൻ എനിക്ക് നാവിനെ കഴിവില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ കോളേജിൽ ചേരാതെ MA ഡിഗ്രി പരീക്ഷ റാങ്കോടെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി MA ഡിഗ്രി പരീക്ഷ പാസ്സായി. ഞാൻ BEd പരീക്ഷ ഞാൻ റാങ്കോടെ പാസ്സായി. ദൈവത്തിന് സ്തോത്രം. BA പരീക്ഷയും റാങ്കോടെ പാസ്സായി. എല്ലാ അത്ഭുതങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പറയട്ടെ. ഞാൻ ആദ്യം വടവൂർ രാജശ്രീ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് പഠിച്ചത്. തുടർന്ന് ഞാൻ വീണ്ടും ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെയും പഠിച്ച് ഞാൻ MA പാസ്സായി. ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുണ്ട്. BEdന് ഒരു വർഷം കോളേജിൽ പഠിച്ചു, അത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കോളേജിൽ പഠിക്കാതെ ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായി. ദൈവത്തിന് സ്തോത്രം. അതും ഒരു അത്ഭുതമാണ്. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു ദൈവം പ്രവർത്തിച്ചാൽ അതിരില്ല, ദൈവം സഹായിച്ചാൽ അളവില്ല, ദൈവം നിങ്ങളുടെ കാര്യം ഏറ്റെടുത്താൽ അതിന് ഒരു പരിധിയില്ല. ദൈവത്തിന് സ്തോത്രം. വിട്ടുകൊടുക്കാമോ? നിങ്ങൾക്ക് യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഭാവി ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ആയുസ് യേശുവിനെ വീണ്ടും വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം. രോഗക്കിടക്കയിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ രോഗം വിട്ട് എഴുന്നേറ്റാൽ ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ ഞാൻ നിൻ്റെ വേല ചെയ്തു കൊള്ളാം. കർത്താവിന് സ്തോത്രം. ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ ഞാൻ അധ്വാനിച്ചു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപയാൽ എന്നോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ആയുസ് കർത്താവ് നീട്ടി തന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ് യേശു. വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്, സ്നേഹിക്കാൻ കൊള്ളാകുന്നവനാണ്, പുറകെ പോകാൻ യോഗ്യനാണ്, നിങ്ങൾക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്നവനാണ്. അവനിൽ ചാരാം നിങ്ങൾക്ക്, അവനിൽ ചേർന്ന് നടക്കാം നിങ്ങൾക്ക്, അവനോട് ഒത്തു നടക്കാം. പാവം കൂടാതെ ജീവിക്കാൻ കൃപ അവൻ തരും. ഒരു പാവവും വരാതെ നിങ്ങൾ ജീവിക്കാൻ കൃപ തരും. നിങ്ങളുടെ ഈ നാവ് ക്രിസ്തുവിനെ നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ നാവ് അശുദ്ധവാക്കുകൾ പറയാനുള്ള നാവല്ല. ഈ നാവ് കോപിക്കാനുള്ള നാവല്ല. ഈ നാവ് ഗർജിക്കാനോ അട്ടഹസിക്കാനോ ഉള്ള നാവല്ല. ഈ നാവ് അശുദ്ധവാക്കുകൾ പറയാനുള്ള നാവല്ല. ഈ നാവ് ഭർത്താവോട് കൽപ്പിക്കാനുള്ള നാവല്ല. ഈ നാവ് ഭാര്യയെ ശകാരിക്കാനുള്ള നാവല്ല. ഈ നാവ് കുട്ടികളെ വേദനിപ്പിക്കാനുള്ള നാവല്ല. ഈ നാവ് ക്രിസ്തുവിന് വേണ്ടി ഉപയോഗപ്പെടാനുള്ള നാവാണ്. ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനുള്ള നാവാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാനുള്ള നാവ്. നിങ്ങൾ ഈ നാവ് ഇനിയും തിന്മയ്ക്ക് കൊടുക്കരുത്, പാപത്തിന് കൊടുക്കരുത്, ആരെയും പ്രാകരുത്, മക്കളെയും പ്രാകരുത്, ആരെയും പ്രാകരുത്, ദൈവത്തെയും പ്രാകരുത്, ആരെയും ശപിക്കരുത്. ഇത് അനുഗ്രഹിക്കാനുള്ള നാവാണ്. ഈ നാവ് അനുഗ്രഹത്തിനുള്ള നാവാണ്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണ് അത് ദൈവത്തിന് യേശുവിന് കൈമാറി കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണ് അരുതാത്തത് കാണുകയില്ല. വേണ്ട, എനിക്ക് ആ പടം കാണണ്ട, ആ പടം എനിക്ക് കാണണ്ട, അതിന് സന്തോഷം എനിക്ക് വേണ്ട. കർത്താവേ, എനിക്ക് വേണ്ട, എനിക്ക് ഭൗതിക സന്തോഷം വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനം വരും. ദൈവത്തിന് സ്തോത്രം. ഈ കണ്ണ് അരുതാത്ത പടങ്ങൾ കാണുകയില്ല, ചീത്ത പടങ്ങൾ കാണുകയില്ല, ഇൻ്റർനെറ്റിൽ കടന്ന് അരുതാത്ത സൈറ്റിലേക്ക് പോവുകയില്ല. എൻ്റെ കർത്താവേ, ഇല്ല. ഈ കണ്ണ് യേശുവിന് വേണ്ടി ഞാനിതാ നിവേദിച്ചിരിക്കുന്നു, ഞാൻ സെറ്റപ്പാട്ട് ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഈ കണ്ണ് യേശുവിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. ആർദ്രമായ കണ്ണുകൾ, വാത്സല്യമുള്ള കണ്ണുകൾ, സ്നേഹമുള്ള കണ്ണുകൾ, ദൈവത്തിന് സ്തോത്രം. ദയാവായ്പുള്ള കണ്ണുകൾ, അത് കർത്താവ് നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഓരോ നിങ്ങൾ എടുത്തെടുത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ഓരോന്ന് വെച്ച് കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനൊരു സംഭവം ഒരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട്. മനോഹരമായ കവിതയാണ്. ഗീതാഞ്ജലി ടാഗോർ എഴുതിയ ഒരു കവിതയാണ്. വളരെ പ്രസിദ്ധമായൊരു കവിതയാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലിയുടെ സംഭവം
ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു യാചകൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. യാചകൻ, അവൻ്റെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രമുണ്ട്, ഒരു ഭിക്ഷാപാത്രം. അവൻ അതിൽ കടന്നു പോകുന്നതിന് ആ ഭിക്ഷാപാത്രത്തിലേക്ക് നാണയത്തുട്ട് ഇടുന്നുണ്ട്, ആ ഭിക്ഷാപാത്രത്തിലേക്ക് അരി ഇടുന്നുണ്ട്, ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ ഇടുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭിക്ഷാപാത്രം ഇങ്ങനെ ആളുകളുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെയും ഭിക്ഷ ഇരിക്കുന്നുണ്ട്, യാചകരിരിക്കുന്നുണ്ട്. അവനും അവിടെ ആ ഉത്സവ പറമ്പിനടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രാജ്യത്തെ രാജാവ് എഴുന്നള്ളുന്നത്. രാജാവ് വഴിയായിട്ട് വന്നു. ആളുകൾ തുരുതാ ചാടി എഴുന്നേൽക്കുന്നു. രാജാവാണ്. അവനും എഴുന്നേറ്റു. രാജാവ് അരികത്ത് വന്നപ്പോൾ അവൻ്റെ ഈ ഭിക്ഷാപാത്രം രാജാവിന് നേരെ ഉയർത്തി കാണിച്ചു. രാജാവ് ഇവിടെ ഇറങ്ങി. അവന് വലിയ സന്തോഷമായി. രാജാവ് എന്തെങ്കിലും തരും. അവരാരുടെ അടുക്കൽ ഇറങ്ങാതെ എൻ്റെ അടുക്കൽ ഇറങ്ങിയല്ലോ, രാജാവ് എന്തെങ്കിലും തരാതിരിക്കില്ല. അവൻ ഒന്നുകൂടി പൊക്കി പിടിച്ചു പാത്രം. രാജാവ് പക്ഷേ അവൻ്റെ പാത്രത്തിലേക്ക് ഒന്നും ഇട്ടില്ല. രാജാവ് അവൻ്റെ നേരെ 2 കൈ നീട്ടി. രാജാവ് എൻ്റെ നേരെ കൈ നീട്ടുകയോ? ഞാൻ എന്ത് ചെയ്യാനാണ്? രാജാവ് എൻ്റെ നേരെ കൈ നീട്ടുകയോ? രാജാവ് അവൻ്റെ നേരെ കൈ നീട്ടി. അവൻ കുറേ നേരം ആലോചിച്ചുകൊണ്ട് നിന്നു. രാജാവ് കൈ വലിക്കുന്നില്ല. അവൻ എൻ്റെ ഭിക്ഷാപാത്രത്തിൽ കൈയിട്ടു, കിട്ടിയതെടുത്തു, അത് രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. 2 തരി അരിയാണ്. 2 തരി അരി അത് രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. രാജാവ് കൈ മടക്കി. രാജാവ് രഥത്തിൽ കയറി ഓടിച്ചു പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അവൻ്റെ ചെറ്റക്കുടിലിൽ അവൻ ചെന്നു. തറയിൽ അവൻ്റെ പാത്രം കമഴ്ത്തി. നാണയത്തൊട്ടുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അരിയും മറ്റും കിടപ്പുണ്ട്. കൂടെ ബിസ്ക്കറ്റ് നുറുക്കുകളെല്ലാം കിടക്കുന്നുണ്ട്. എല്ലാം ഓരോന്നോരോന്ന് വകഞ്ഞു മാറ്റി വന്നപ്പോൾ 2 സാധനങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. നല്ല പ്രകാശം. 2 സാധനങ്ങൾ അരിയുടെ ആകൃതിയിലാണ് താനും. അത്ഭുതപ്പെട്ടു. അവൻ അടുത്ത കാര്യവിവരമുള്ളവരെ ആരെയോ ചോദിച്ചു, ഇതൊന്നും എന്താണെന്ന് പറയാമോ? അയ്യോ, ഇത് രത്നമാണല്ലോ, വിലയേറിയ രത്നമാണല്ലോ, വളരെ വിലപ്പെട്ട രത്നമാണ്. എടാ, നീ ധനവാനായി കഴിഞ്ഞു, നീ യാചിക്കാൻ പോകണ്ട, വിലയേറിയ രത്നമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ നിനക്ക് കിട്ടി? എനിക്കറിയാൻ പാടില്ല. ഞാൻ രാജാവ് കൈ നീട്ടിയപ്പോൾ എങ്ങനെയാണ് ഞാൻ ഒന്നും കൊടുക്കാതിരിക്കുന്നു വിചാരിച്ച് ഞാൻ 2 തരി അരി എടുത്ത് കൊടുത്തു. ഇപ്പോൾ ആ ആകൃതിയിൽ ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നു. എടാ, നിനക്ക് മണ്ടത്തരം പറ്റിയല്ലോ, നിന്നെ മുഴുവൻ കൊടുത്തോളാൻ പാടില്ലായിരുന്നോ? നിൻ്റെ പാത്രത്തിലുള്ളത് മുഴുവൻ കൊടുത്തോളാമായിരുന്നല്ലോ, മുഴുവൻ പൊന്നാക്കി തന്നേനല്ലോ. അവനപ്പോൾ ദുഃഖമായി. അയ്യോ, കൊടുത്തില്ലല്ലോ, മുഴുവൻ കൊടുത്തോളാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഏറെയുണ്ട്. കൊടുങ്കാറ്റുകൾ, ആപത്തുകളുടെ കൊടുങ്കാറ്റുണ്ട്, രോഗങ്ങളുടെ കൊടുങ്കാറ്റുണ്ട്, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയ കൊടുങ്കാറ്റുണ്ട്, ചില വിട്ടുപോയ കൊടുങ്കാറ്റുണ്ട്, നിരാശയുടെ കൊടുങ്കാറ്റുണ്ട്. കർത്താവേ, എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ കൊടുങ്കാറ്റ് എനിക്ക് കിട്ടി. ദൈവശബ്ദത്തിൻ്റെ കൊടുങ്കാറ്റ് കിട്ടി. കർത്താവേ, ഈ കൊടുങ്കാറ്റിൽ ഞാനിതാ താഴുന്നു. നിൻ്റെ ശബ്ദം കേട്ട് ഞാനിതാ താഴുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ തിരുരക്തം ചിന്തിയ രക്ഷക, നിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടടിയിൽ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ എൻ്റെ രക്ഷകൻ്റെ കുരിശിൻ്റെ ചുവട്ടടിയിൽ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് സ്വന്തമായി അവകാശം പറയാനൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് നല്ലതെന്ന് പറയാനൊന്നുമില്ല. എല്ലാം തകർന്നൊരു ജീവിതം മാത്രം. അത് ആയിരിക്കുന്ന പ്രകാരം ഞാനിതാ അതിൻ്റെ കയ്യിലേക്ക് തരുന്നു. നിങ്ങൾക്ക് പറയാമോ? നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കാമോ? ജീവിതം അത്യന്തം മനോഹരമായി തീരും, അത്യന്തം ശ്രേഷ്ഠമായി തീരും. ഇതുവരെ വന്നതെല്ലാറ്റിനും പരിഹാരം വരും, സംശയിക്കേണ്ട. ഏത് ദുഷ്ട ജീവിതം നയിച്ചെങ്കിലും യേശുക്രിസ്തുവിൻ്റെ രക്തമെല്ലാം കഴുകിത്തരും. എത്ര ഹീനമായ ജീവിതം നയിച്ചെങ്കിലും മ്ലേച്ഛമായ ജീവിതം നയിച്ചെങ്കിലും യേശുക്രിസ്തു തിരുരക്തമെല്ലാം കഴുകിത്തരും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എല്ലാം കഴുകി നിങ്ങൾ വെടിപ്പാക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറ്റിത്തരും, എല്ലാ പാപങ്ങളും കഴുകിത്തരും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പാവവും ചെയ്യാത്തതിനെ പോലെ കർത്താവ് നിങ്ങളെ കാണുകയും നിങ്ങളുടെ പാവങ്ങളെല്ലാം തിരുരക്തത്തിൽ കഴിയുന്നതിന് ശേഷം ഒരു പാവവും ചെയ്യാത്തതിനെ പോലെ കർത്താവ് നിങ്ങൾ എണ്ണുകയും എന്നിട്ടോ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയും ചെയ്യും. ഓർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിലുള്ളതായ പാപങ്ങളെല്ലാം കർത്താവ് തൻ്റെ രക്തത്താൽ കഴുകിത്തരും. സ്തോത്രം. ഔവനുമില്ലാത്ത കുഞ്ഞാടിത അറുക്കപ്പെട്ടിരിക്കുന്നു. അവങ്കിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? അവനിൽ നിങ്ങൾക്ക് ആശ്രയിക്കാമോ? അവനായി ജീവിതം വേർതിരിച്ച് കൊടുക്കാമോ? കർത്താവ്, ഇത്രയും കാലം ഞാൻ സുബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. നിങ്ങൾക്ക് പറയാം, എൻ്റെ യേശുവേ, ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞു, നല്ല കാലങ്ങൾ പാഴാക്കി കളഞ്ഞു. കർത്താവേ, ഇനിയുള്ള കാലം എൻ്റെ യേശുവിനെ പ്രസാദിപ്പിച്ച്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ സേവിച്ച്, എൻ്റെ യേശുവിനെ പാദസേവ ചെയ്ത്, എൻ്റെ യേശുവിൻ്റെ തിരുവചനമനുസരിച്ച് ജീവിച്ച് യേശുവിന് മഹത്വം കരയറ്റണം. ഇവിടെ കയറി വരികയെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പറന്നു വരണം.
അത് നിൻ്റെ അരിയിലേക്ക് പറന്നു വരണം. വരുമ്പോൾ നല്ലവനും വിശ്വസ്തനായ ദാസനേ എന്നുള്ള ശബ്ദം എനിക്ക് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അത് കേൾക്കാൻ? ആഗ്രഹമുണ്ടോ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ? നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള ആ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലിപ്പോൾ നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് വണക്കാം, കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം. നമുക്ക് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാം. കർത്താവ് ഇതാ നിങ്ങളുടെ അരികത്തൂടെ മന്ദം നടന്നു വരുന്നുണ്ട്. യേശു വരുന്നത് നിങ്ങൾ കണ്ടുകൊള്ളൂ, യേശു വരുന്നത് നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ നിങ്ങൾ തൊട്ട് നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. നിങ്ങളുടെ രോഗങ്ങൾ മാറുന്നു, നിങ്ങളുടെ കടങ്ങൾ മാറുന്നു, നിങ്ങളുടെ കഷ്ടതകൾ മാറുന്നു, നിങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നു, നിങ്ങളുടെ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ മാറുന്നു, കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറുന്നു, കുടുംബം സ്വർഗ്ഗമായി മാറുന്നു, സ്വർഗം സ്വച്ഛ സുന്ദരമായി മാറുന്നു, അനുഗ്രഹീതമായ ഭാവി ജീവിതം നിങ്ങൾ ലഭിക്കുന്നു. യേശു നിങ്ങളെ ഒരു സമയത്ത് തൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങളെ ചേർക്കാൻ എഴുന്നള്ളി വരുമ്പോൾ വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ നിങ്ങൾക്കും ഭാഗ്യം തരുന്നു. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ നിലയിൽ നിന്നുകൊണ്ട് യേശുവിനെ ആഘോഷത്തോടെ ആരവാരത്തോടെ സ്തുതിപ്പാൻ നിങ്ങൾക്കും ഭാഗ്യം തരുന്നു. വേണമോ നിങ്ങൾക്ക് ഈ മഹാഭാഗ്യം? യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പോകുമോ? അതോ യേശുവിനെ നിങ്ങൾ വിട്ടിട്ട് പോകുമോ? ഏതാണ് നിങ്ങളുടെ തീരുമാനം? യേശുവിനെ വിട്ടിട്ട് നിങ്ങൾ പോകരുതേ. യേശുവിൻ്റെ അരികത്തുണ്ട്. യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകുക. ഭവനങ്ങളിലേക്ക് യേശുവിനോടുകൂടെ പോകുക. നിങ്ങളുടെ യാത്രയിൽ യേശുവിൻ്റെ കൂടെ ഇരിക്കട്ടെ, ഭവനത്തിൽ യേശുവിൻ്റെ കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ഓഫീസ് ജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ ഇരിക്കട്ടെ, ഔദ്യോഗിക ജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ ഇരിക്കട്ടെ. എല്ലാ രംഗത്തും യേശു കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു പോകട്ടെ, എല്ലാ പൈശാചിക ബാധകളും നീങ്ങിപ്പോകട്ടെ, സാത്താൻ്റെ കൊടും കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ജീവനുള്ള ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. അത്ഭുത കൃപകൾ നിങ്ങളുടെ മേൽ പകരട്ടെ. സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് ഇറങ്ങി വന്ന് ആവസിക്കട്ടെ. ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന കർത്താവിനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന് നാഥനായി സ്വീകരിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ എഴുന്നേറ്റ് പോകട്ടെ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അന്ത്യം വരെ ഞങ്ങളെ കാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവെ, സഭാഭേദം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ശ്രേഷ്ഠരായി എണ്ണുവാനും ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ. നാഥ, അന്ത്യദിനത്തിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.